ഇന്ന് ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബ്യൂട്ടി വേൾഡിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാത്തയോൺ. സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയൊക്കെ ഇത് വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. IV ആയിട്ടും ടാബ്ലറ്റ്സുകളായിട്ടും ക്രീമുകളായിട്ടും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഈ ഗ്ലൂട്ടാത്തയോൺ? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. നമ്മുടെ ശരീരത്തിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണിത്. എല്ലാ ജീവജാലങ്ങളും വളരെ നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണിത്. സോ ഇത് പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അൺഈവൻ സ്കിൻ ടോൺ, ഡൾനെസ് ഇതൊക്കെ മാറാനായിട്ടും സ്കിന്ന് നല്ല ക്ലിയർ ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലൂട്ടാത്തയോൺ കണ്ടന്റുകൾ അടങ്ങിയ ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗ്ലൂട്ടാത്തയോൺ എഫക്റ്റ് കിട്ടുന്ന സ്കിൻ നല്ല ബ്രൈറ്റൻ ആകുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. സോ ഇത് ആന്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ ഗ്ലൂട്ടാത്തയോൺ കണ്ടന്റുകൾ അടങ്ങിയ ധാരാളം ഫ്രൂട്ട്സുകളുണ്ട്. അവയിൽ ഒന്നാമത്തേതാണ് അവക്കാഡോ. ഈ അവക്കാഡോയിൽ വൈറ്റമിൻ ഇ, സി, കെരാറ്റിനോയിഡ്സ്, ഹെൽത്തി ഫാറ്റ്സ് ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിൻ റിപ്പയർ ചെയ്യിപ്പിക്കുവാനും ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുവാനും പിഗ്മെന്റേഷൻ, ഡൾനെസ്, ഡാർക്ക്നെസ്, റിങ്കിൾസ് ഇതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലൂട്ടാത്തയോൺ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് അവക്കാഡോ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്, ഗാർലിക് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെളുത്തുള്ളി എങ്ങനെയാണ് എടുക്കുക, വളരെ സ്മെല്ലുണ്ടാകില്ലേ എന്ന്. ഒരിക്കലും ഉണ്ടാവില്ല. സ്മെല്ല് ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഒരു വെജിറ്റബിൾ ആണ് ഗാർലിക് എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. സോ ഇത് റിങ്കിൾസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി ഒരു യങ്ങർ ലുക്കിംഗ് ഫേസ് തരാനായിട്ട് ഗാർലിക് നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം ക്യാരറ്റ് ആണ്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണിത്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റിൽ വൈറ്റമിൻ സി, ബീറ്റാ കാരോട്ടിൻ, പോളിഫിനോൾസ്, ഫ്ലവനോയിഡ്സ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബീറ്റാ കാരോട്ടിൻ സ്കിന്നിനെ UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. കൂടാതെ കൊളാജിൻ ബ്രേക്ക് ഡൗൺസ് കുറച്ച് റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ റിഡ്യൂസ് ചെയ്യുകയും അതുപോലെ നാച്ചുറൽ ഡീറ്റോക്സ് സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഏജിംഗ് പ്രോസസ്സിനെയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ വൈറ്റമിൻ സി, ഇ എന്നിവ ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ റിപ്പയർ, ഹൈഡ്രേഷൻ, ഒരു യൂത്ത്ഫുൾനെസ് ഒക്കെ തരാനായിട്ട് ഈ ക്യാരറ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. മാത്രമല്ല സ്കിന്നിന് ആഴത്തിൽ മോയ്സ്ചർ നൽകാനും സ്കിൻ ഈവൻ ടോൺഡ് ആക്കാനും സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മൂന്നാമതായിട്ട് ആവശ്യമുള്ളത് ക്യാരറ്റ് ആണ്. ഇനി നാലാമതായി നമുക്ക് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്കറിയാം സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിഗ്മെന്റേഷനും സൺടാനും ഒക്കെ മാറാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അരിപ്പൊടി. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെൽ എന്ന് പറയുന്നത് സ്കിൻ നല്ല മോയ്സ്ചർ നിലനിർത്താനും സ്കിന്ന് നല്ല സ്മൂത്ത് ആകുവാനായിട്ടും സോഫ്റ്റ് ആകാനായിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളിബിൾ ആന്റി ഓക്സിഡന്റ് ആണ്. പ്രത്യേകിച്ച് സ്കിന്ന്, ഹെയർ, ഇമ്മ്യൂൺ സിസ്റ്റം, ആന്റി ഏജിങ്, സ്കിൻ ബ്രൈറ്റനിങ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ ഗ്ലൂട്ടാത്തയോൺ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അവക്കാഡോ, ഗാർലിക്, ക്യാരറ്റ്, അലോവേറ ജെൽ, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, അരിപ്പൊടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യം. സ്കിൻ നല്ല ബ്രൈറ്റൻ ആകാനും ഗ്ലോയിങ് ആകാനും ഹെൽപ്പ് ചെയ്യുന്ന ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നിങ്ങൾ നല്ല പഴുത്ത അവക്കാഡോ എടുക്കുക. നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുത്ത് മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ്, അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് അതിൽ ഒരു ജ്യൂസ് രൂപത്തിൽ അതും മാറ്റി വെക്കുക. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കതെടുക്കാം. എന്നിട്ട് അത് മിക്സിയിലിട്ട് നമ്മൾ വേകാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളവും കൂടെ കുറച്ച് ആവശ്യത്തിന് അതും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ട് ഒരു പാല് രൂപത്തിൽ ആക്കിയെടുക്കുക. അതായത് ഒരു തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യമില്ല. ലൂസായിട്ട് ഒരു പാല് രൂപത്തിൽ, പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതേപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഈ ഗാർലിക് പേസ്റ്റും നമ്മളിവിടെ വെള്ളത്തിൽ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കുറച്ച് ചൂടാക്കിയെടുക്കുക. അതൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ അതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് കുറച്ചൊന്ന് ഒരു ക്രീം രൂപത്തിൽ ഒന്ന് കുറുക്കിയെടുക്കുക.
കുറച്ച് നേരം വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ അത് നമുക്ക് കുറുകിയ പരുവത്തിൽ അത് നമുക്ക് കിട്ടും. അതിനുശേഷം അത് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അവക്കാഡോ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ അലോവേറ ജെല്ല് ആഡ് ചെയ്യുക. 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്യുക. ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മളത് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ക്യാരറ്റ് ജ്യൂസ് ആഡ് ചെയ്യാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലെൻസ് ചെയ്ത വാഷ് ചെയ്ത വൃത്തിയായിട്ടുള്ള ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫേസിലും അതേപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്തിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും അതേപോലെ തന്നെ ഈ ഫൈൻ ലൈൻസും റിങ്കിൾസിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. ഏജിങ് സയൻസിനെയൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്ത് ഫേസിനൊരു യൂത്ത്ഫുൾനെസ് തരാനായിട്ട് ഈ ഫേസ് പാക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനാകും. ആഴ്ചയിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഈ ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച യൂസ് ചെയ്യാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. വളരെ എഫക്റ്റീവാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് തീർച്ചയായിട്ടും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്ന കാണാറുണ്ട്, പല ഫേസ് പാക്കുകളും ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.